നമസ്കാരം. യുദ്ധത്തിൻ്റെ തുടർച്ചയിൽ ഇന്നലെയും ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകളുടെ ബാരേജസ് അയക്കപ്പെട്ടിട്ടുണ്ട്. 6 സെറ്റ് ഓഫ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി വന്നുവെന്നും അത് ഡിഫ്യൂസ് ചെയ്തുവെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് 10 തവണ റോക്കറ്റ് ആക്രമണങ്ങൾ ലെബനോണിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ആ റോക്കറ്റുകളെയും ഡിസ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നലെ ഇസ്രായേലിനെ കാര്യമായ ഒരു പരിക്കും ഏൽപ്പിക്കാൻ ഈ മിസൈൽ ആക്രമണങ്ങൾക്കോ ഡ്രോൺ ആക്രമണങ്ങൾക്കോ റോക്കറ്റ് ആക്രമണങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇനി യുദ്ധത്തിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു ശീലം എന്നതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ എല്ലായിടത്തും തന്നെ ഇന്നലെയും ഇറാൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും എല്ലാം തന്നെ നേരിട്ടിട്ടുണ്ട്. സൗദി അറേബ്യയിലേക്ക് അയക്കുന്ന മിക്കവാറും എല്ലാ റോക്കറ്റുകളും ഡ്രോണുകളും മിസൈലുകളും അവർക്ക് ചെറുക്കാൻ പറ്റുന്നുണ്ട്. കാരണം ദൂരം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഒരു തയ്യാറെടുപ്പിനുള്ള സമയം കിട്ടും. നേരെ മറിച്ച് ഈ ദുബായ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സോ ക്ലോസ് ടു ഇറാൻ വളരെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാന് വളരെ വേഗത്തിൽ ദുബായ് ആക്രമിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ദുബായിക്ക് ഇത്രയധികം പരിക്ക് പറ്റുന്നത്, വളരെ അടുത്തായതുകൊണ്ടാണ്. പിന്നെ ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ ദുബായിയോടുള്ള ഒരു പരമ്പരാഗത വിരോധം, ഒരു അസൂയ കൊണ്ടുള്ള ഒരു വിരോധം ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ആക്രമിക്കുമ്പോൾ ദുബായിനെ അവർ കൂടുതലായിട്ട് ആക്രമിക്കും. അത് നമുക്ക് ഒരു ഇസ്ലാമിക് സെൻസ് വെച്ച് നോക്കുമ്പോൾ അത് മനസ്സിലാവും. അവരുടെ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ വളരെ പരിഷ്കൃതമായി ജീവിക്കുന്ന ഒരു സമൂഹത്തോടുള്ള വലിയ ഒരു അസൂയ, പിന്നെ അവിടുത്തെ രാജാവ് അത്രയും ഫ്ലറിഷ്ഡ് ആയിട്ട് ജീവിക്കുമ്പോൾ കാണുമ്പോൾ ഒരു അസൂയ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ദുബായ് എന്ന് പറയുന്ന പട്ടണം ഇന്നലെയും നല്ലതുപോലെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഓഫ് കോഴ്സ് അവിടെയും ആൾനാശങ്ങൾ കാര്യമായിട്ട് പറഞ്ഞു കേൾക്കുന്നില്ല. കുവൈറ്റിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ഇറാഖിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, സൗദി അറേബ്യ, ഞാൻ പറഞ്ഞതുപോലെ. അപ്പം ഇറാൻ പറയുന്ന ഇവിടെയൊക്കെ ഒരു അമേരിക്കൻ ബേസുകളെയാണ് ആക്രമിക്കുന്നതെന്നാണ്. അമേരിക്കൻ ബേസ് എവിടെയോ കിടക്കുന്നു. ഇവർ അയക്കുന്ന സാധനങ്ങൾ പോയി വീഴുന്നത് പൊതുവെ ജനവാസ കേന്ദ്രങ്ങളിലും പട്ടണങ്ങളിലുമാണ്. അപ്പോൾ പൊതുവെ പട്ടണത്തിലെ വളരെ ലുക്രേറ്റീവായിട്ടുള്ള അട്രാക്റ്റീവായിട്ടുള്ള അസറ്റുകളാണ് പൊതുവെ ലക്ഷ്യം വയ്ക്കുന്നത്. നല്ല ഹോട്ടലുകൾ അല്ലെങ്കിൽ എയർപോർട്ട്, ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കാണ് ലക്ഷ്യം വെച്ച് ഇവർ ആക്രമണം നടത്തുന്നത് മനസ്സിലാക്കണം. അതിനിടയിലൂടെ ഇന്നലെ തിരിച്ചുള്ള ആക്രമണത്തിൽ പ്രധാനമായും ഏറ്റവും ശ്രദ്ധേയമായി വന്ന് ഇസ്ഫഹാൻ എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട്. അത് ഇസ്ഫഹാൻ എന്നുള്ള പേര് നമുക്ക് വളരെ ഫെമിലിയറാണ്. കാരണം അവരുടെ ഏറ്റവും വലിയ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളും അതുപോലെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് നടക്കുന്ന സ്ഥലവും നെഡാൻസും ഇസ്ഫഹാനുമാണ്. അപ്പോൾ ഇതിലെ ഇസ്ഫഹാനിൽ വലിയ തോതിലുള്ള ആക്രമണം നടന്നിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ന്യൂക്ലിയർ പവർ സ്റ്റേഷനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്രമണം നടന്നിട്ടുള്ളത്. അപ്പം നമുക്കറിയാവുന്നതുപോലെ ഈ ന്യൂക്ലിയർ ഫ്യൂവലിനെ സംബന്ധിച്ച് പല കഥകളും ഇറാനിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഈ ആക്രമണങ്ങളുടെ ഇടയിലൂടെ ഇസ്രായേൽ കമാൻഡോസ് ഇസ്ഫഹാനിലും അതുപോലെ നെഡാൻസിലും ചെന്ന് ഈ ന്യൂക്ലിയർ ഫ്യൂവൽ എൻറിച്ച്ഡ് യുറേനിയം കടത്തിക്കൊണ്ടുപോയി എന്നുള്ള വാർത്തകൾ ചില പ്ലാറ്റ്ഫോമുകളിൽ വരുന്നുണ്ട്. യാതൊരു ഉറപ്പും അല്ലെങ്കിൽ അഷ്വറൻസും കിട്ടാത്ത ഒരു വാർത്തയാണത്. പക്ഷേ അത്തരം വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ മാത്രമല്ല അതങ്ങനെ റിക്കവർ ചെയ്യാവുന്ന ഒരു കണ്ടീഷനിലാണോ എന്നുള്ളത് പോലും സംശയമാണ്. കാരണം അന്ന് ഇസ്ഫഹാനിലും നെഡാൻസിലും ഒക്കെ B2 ബോംബേഴ്സ് ഉപയോഗിച്ച് ബാങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് തകർന്നു കഴിയും. പലപ്പോഴും ഈ ടണലുകളുടെ ഭാഗത്തേക്കുള്ള വഴികളൊക്കെ ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ അങ്ങോട്ട് പോയി എടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല എൻറിച്ച്ഡ് യുറേനിയം എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ എന്തെങ്കിലും ചക്കയോ വാങ്ങി എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സാധനമല്ല. അത് വളരെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. അപ്പം അത്തരം വാർത്തകൾക്ക് വലിയ അടിസ്ഥാനം ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും ഇന്നലെ ഇസ്ഫഹാനിൽ വലിയ തോതിലുള്ള ആക്രമണം നടന്നിട്ടുണ്ട്. കൂടാതെ അമേരിക്കയുടെ B2 ബോംബേഴ്സ് വളരെ ആക്റ്റീവായി രംഗത്തിറങ്ങാൻ പോകുന്നു. B2 ബോംബേഴ്സ് നമ്മൾ പറഞ്ഞു നേരത്തെ B-52 ബോംബേഴ്സാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. B-52 ബോംബേഴ്സ് എന്ന് പറയുന്നത് വളരെ വലിയ ബോംബുകൾ അതിന് വഹിക്കാൻ കഴിയും. പക്ഷേ അത് സ്റ്റെൽത്ത് ടെക്നോളജി ഒന്നും ഇല്ലാത്ത പഴയ ടൈപ്പ് ബോംബേഴ്സാണ്. അപ്പോൾ അത്തരം ബോംബേഴ്സ് ഉപയോഗിക്കാനുള്ള ഒരു കാരണം യുദ്ധമുഖത്തെ ഏതെങ്കിലും കാരണവശാൽ ഒന്നുകിൽ എതിർ സേനയുടെ ആക്രമണം മൂലമോ അല്ലെങ്കിൽ സ്വാഭാവികമായ സാങ്കേതിക തകരാറ് മൂലമോ ഒരു വിമാനം നഷ്ടപ്പെട്ടാലും വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ B-52 ബോംബേഴ്സ് ഉപയോഗിക്കുന്നത്. B-2 ബോംബേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെൽത്ത് ടെക്നോളജി ഉള്ള ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ബോംബറുകളാണ്. അങ്ങേയറ്റം വില പിടിച്ച സാധനമാണ്. അപ്പോൾ അതിലൊരെണ്ണം ആക്രമണത്തിൽ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ എതിർ സൈന്യത്തിൻ്റെ മിസൈൽ ഏറ്റു വീഴുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ നഷ്ടപ്പെടുകയോ ചെയ്താൽ അത് സൈന്യത്തെ സംബന്ധിച്ച് വലിയ നഷ്ടമാകും. പക്ഷെ അതിൻ്റെ പ്രത്യേകത അത് റഡാറുകളെയൊക്കെ കണ്ണുവെട്ടിച്ച് അകത്ത് കിടക്കാൻ പറ്റും. നേരെ മറിച്ച് B-52 റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ പറ്റില്ല. ഇറാനിലെ റഡാറുകൾ നിലവിലില്ലാത്തത് കൊണ്ടാണ്, അതെല്ലാം നശിപ്പിക്കപ്പെട്ടു പോയത് കൊണ്ടാണ് ഈ B-52 ബോംബേഴ്സ് വളരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത്. ബട്ട് B-52 വഹിക്കാൻ കഴിയാത്ത ടൈപ്പ് ബോംബുകളുണ്ട്. അത്തരം ബോംബുകൾ പൊതുവെ ഈ വളരെ ഈ 10-200 മീറ്റർ താഴെ ഉള്ള ബങ്കറുകൾ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത്തരം ബോംബേഴ്സിനെ എംപ്ലോയ് ചെയ്യാൻ പോകുന്നു എന്ന് കേൾക്കുന്നു.
അപ്പം B2 ബോംബേഴ്സ് എംപ്ലോയ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഇനി ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അതിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ ആയിരിക്കണം. കൂടാതെ അവരുടെ ഏതെങ്കിലും മിസൈൽ സെറ്റുകൾ തകർക്കപ്പെടാതെ നിൽക്കുന്നു എന്ന ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. കാരണം ഒരു ബോംബ്, 2 ബോംബ്, 3 ബോംബ് അങ്ങനെ വേണേൽ സീരീസ് ആയിട്ട് ഒരേ സ്ഥലത്ത് തന്നെ പതിപ്പിച്ച് അതായത് 60 മീറ്റർ പാറയോ കോൺക്രീറ്റോ ഒറ്റ ബോംബ് കൊണ്ട് തുറക്കാൻ പറ്റും. ആ 60 മീറ്റർ തുറന്ന സ്ഥലത്തിന് അടുത്ത ബോംബ് പ്രയോഗിച്ചാൽ വീണ്ടും 60 മീറ്റർ താഴോട്ട് പോകും. അങ്ങനെ 3 ബോംബുകൾ ഉപയോഗിച്ചിട്ടാണ് 200 മീറ്റർ 220 മീറ്റർ താഴെ വരെ എത്തുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പം അത് വലിയ ടെക്നോളജിയൊക്കെ ആവശ്യമുള്ള സംഗതിയാണ്. ലോകത്തിലെ അമേരിക്കയുടെ മാത്രം കയ്യിലുള്ള സ്പെഷ്യൽ അസറ്റുകളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ് B2 ബോംബേഴ്സും അതിനോടനുബന്ധിച്ചുള്ള ബോംബുകളും എന്ന് തിരിച്ചറിയണം. അതിനിടയിലൂടെ ഇന്നലെ നമ്മുടെ ഇവിടെ വാർത്തകളൊക്കെ ആദ്യം അറിയിക്കുന്ന 1-ാം നമ്പർ ചാനലുണ്ട്. അതിനകത്തൊന്നൊരു പ്രധാനപ്പെട്ട ഡിബേറ്റ് പെഷേസ്കിയാൻ ഇവിടെ ടെഹ്റാനിലൂടെ നെഞ്ചു വിരിച്ച് പ്രകടനം നടത്തി നെതന്യാഹു ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണ് പേടിച്ചിട്ട് എന്നാണ്. അപ്പൊ ഇന്നലെയും IRGC പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ ലോകത്തിലെ നമ്പർ 1 ശത്രു നെതന്യാഹുവാണ്. നെതന്യാഹുവിനെ ഞങ്ങൾ കൊല്ലും എന്ന് അവര് ആണയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കൊല്ലാൻ വേണ്ടി ഒരു തെമ്മാടി സ്ട്രീറ്റിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഞ്ചും വിരിച്ചും കൊണ്ട് കൊന്നോടാന്ന് പറഞ്ഞ് ഇറങ്ങിച്ചില്ലോ. ബോധമുള്ള അറിയിച്ചില്ലല്ലോ, ഒരു ബങ്കറിൽ ഇരിക്കും. കാരണം അത് നെതന്യാഹു എന്ന് പറയുന്നൊരു വ്യക്തിയല്ല. അദ്ദേഹം ഒരു രാജ്യത്തിന്റെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്. ആ യുദ്ധത്തെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യേണ്ട വ്യക്തിയാണ്. അപ്പം അദ്ദേഹം സേഫായിരിക്കുക എന്നുള്ളത് ആ രാജ്യത്തെ സംബന്ധിച്ച് അത്രയും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെന്റുകൾക്ക് പുറത്തേക്ക് വരാൻ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് ഏർപ്പെടുന്ന രാജ്യമാണ്. അതിൻ്റെ പ്രോട്ടോകോളിന് പുറത്തേക്ക് വരാൻ ഒരു കാരണവശാലും നെതന്യാഹുവിന് കഴിയില്ല. അപ്പം രാജ്യം ഇൻസ്ട്രക്ട് ചെയ്യുന്ന സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് എന്താണോ അതിൻ്റെ ഉള്ളിൽ മാത്രമേ നെതന്യാഹുവിന് ഇരിക്കാൻ കഴിയുള്ളൂ. പെഷേസ്കിയാനെ പോലെ നെഞ്ചും പിരിച്ച് വഴി നടക്കാൻ പറ്റില്ല. ബിക്കോസ് പെഷേസ്കിയാൻ എന്ന് പറയുന്നത് നോബഡി വാണ്ട്സ് പെഷേസ്കിയാൻ. കാരണം ഇറാനിൽ പെഷേസ്കിയാന് പ്രത്യേകിച്ച് ഒരു റോളുമില്ല. ഇറാനിലെ യുദ്ധം നയിക്കുന്നത് IRGC ആണ്. IRGCയെ ഇപ്പോൾ നയിക്കുന്നത് മോജ്തബ ഖമനേയി എന്ന് പറയുന്ന ഒരു ഫിഗറാണ്. ആ ഫിഗറിന് ജീവനുണ്ടോ ഇല്ലയോ, അതിൻ്റെ തലച്ചോറ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അതിൻ്റെ കൈകാലം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഇതൊന്നും ആർക്കും അറിയാവുന്ന കാര്യമല്ല. എന്തായാലും ആ ഒരു രൂപത്തെ ആരും പുറത്ത് കാണാറില്ല. അദ്ദേഹം എവിടെയെങ്കിലും ഉള്ളതായിട്ട് അറിയാനും പാടില്ല. അങ്ങനെ നെഞ്ചും പിരിച്ച് നടക്കാൻ ശേഷിയുണ്ടെങ്കിൽ മോജ്തബ ഖമനേയി നെഞ്ചൊന്നും പിരിക്കണ്ട, വെറുതെ ഒന്ന് പുറത്തേക്ക് വരട്ടെ. അദ്ദേഹം ആ മൊമെന്റിൽ പുകയായി തീരുന്നത് കാണാം. അപ്പോൾ ആ കാരണം ഓൾറെഡി നേരെ മറിച്ച് നെതന്യാഹു പുറത്തു വന്നാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് അനുസരിച്ച് അദ്ദേഹത്തിന് പുറത്ത് വരാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി പ്രോട്ടോകോൾ അതായിരിക്കും. അതിന് പുറത്തേക്ക് അദ്ദേഹത്തിന് വരാൻ കഴിയില്ല. അതാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ദെൻ ഇറാൻ പറയുന്ന വേറൊരു ആരോപണം പുതുതായിട്ട് ഇവർക്ക് മനസ്സിലായി, ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ ആക്രമിച്ചത് വലിയ മണ്ടത്തരമായിപ്പോയി എന്ന ഒരു വലിയ തിരിച്ചറിവിൽ നിന്നും ഇപ്പോൾ ഇറാൻ പറയുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളെ ഒന്നും ആക്രമിച്ചത് ഞങ്ങളല്ല, ഈ ഷഹേദ് 136 എന്ന് പറയുന്ന അവരുടെ ഒരു ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ് പ്രധാനമായും ഈ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഈ ഷഹേദ് 136ന്റെ ഫേക്ക് മോഡലുകൾ ഇസ്രായേലും US ഉണ്ടാക്കിയിട്ട് അവർ തന്നെ ആക്രമിച്ചതാണ്. അങ്ങനെ ഞങ്ങളുടെ പേര് നാറ്റിക്കാൻ വേണ്ടി അവരെ തന്നെ ആക്രമിച്ചതാണ്. ഈ ആരോപണം ഇവർ ഇപ്പോഴാണ് പറയുന്നത് കേട്ടോ. ഇതുവരെ അവർ പറഞ്ഞിരുന്നില്ല. ഇതുവരെ അവർ പറഞ്ഞത് ഞങ്ങൾ നിങ്ങളെയൊക്കെ കത്തിക്കും കാരണം നിങ്ങൾ US കൂടെ നിൽക്കുന്നു എന്നാണ്. ഇപ്പോൾ പതുക്കെ പ്ലേറ്റ് മറിച്ചു തുടങ്ങി. ഇപ്പോൾ പറയുന്നത് ഞങ്ങളല്ലാതെ അത് ഈ അമേരിക്ക ഇസ്രായേലും കൂടി ഞങ്ങളുടെ ഡ്രോണിനെ പോലത്തെ ഒരു ഡ്രോൺ ഉണ്ടാക്കിയിട്ട് ആക്രമിച്ചതാണ്. ഇതുപോലത്തെ ഒരു തട്ടി ഇവർ കഴിഞ്ഞ ദിവസം തട്ടിയിരുന്നു. കാരണം ദാറ്റ് ഈസ് അവരുടെ ആ കുട്ടികളെ മരിച്ച ഒരു മിസൈൽ വീണ ഒരു ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂ ടോമോഹാക്ക് മിസൈൽ വീണിട്ടാണ് സംഭവിച്ചത് എന്ന് തെളിയിക്കാൻ വേണ്ടി അവർ ടോമോഹാക്ക് മിസൈലിന്റെ കത്തിത്തീർന്നതിന്റെ ഭാഗം അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. ഇറാനിൽ എവിടെ നോക്കിയാലും ടോമോഹാക്ക് മിസൈൽ കിട്ടും. കാരണം ടോമോഹാക്ക് മിസൈലുകളാണ് ഇറാനിൽ ഉപയോഗിക്കുന്നത്. 100 1000 ടോമോഹാക്ക് മിസൈലുകൾ അവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊരു മിസൈലിന്റെ പാർട്ട് എടുത്തുകൊണ്ട് ഈ സ്കൂളിടാൻ പ്രത്യേകിച്ച് ആരുടെയും ബുദ്ധിയൊന്നും വേണ്ട എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു മിസൈലിന്റെ പടം ഇട്ടത് കൊണ്ട് മാത്രം ഇത് അമേരിക്കൻ ആക്രമണം കൊണ്ട് സംഭവിച്ചതാണ് എന്ന് പറയാനാവില്ല. അമേരിക്ക എപ്പോഴും പറയുന്നത് അവരുടെ മിസൈല് അതിനടുത്ത് തന്നെ അവരുടെ IRGC സെന്റർ ഉണ്ടായിരുന്നു. അവിടുന്ന് വിക്ഷേപിച്ച ഏതോ മിസൈല് മേലോട്ട് പൊങ്ങിയിട്ട് താഴോട്ട് വീണ് സ്കൂളിന് പരിക്ക് പറ്റി എന്നാണ് അവർ പറയുന്നത്. കാരണം അവരൊരിക്കലും ഇത്തരം സ്കൂളുകളെയോ ഹോസ്പിറ്റലുകളെയോ അല്ലെങ്കിൽ ആളുകളുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അവർ പട്ടാള കേന്ദ്രങ്ങളെ മാത്രമാണ് ആക്രമിക്കുന്നത്. നേരെ മറിച്ച് ഇറാനെ സംബന്ധിച്ച് അവർക്ക് പരസ്യമുണ്ടാക്കണം, രാജ്യങ്ങളെ അമേരിക്കയ്ക്ക് എതിരാക്കണം, സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണം. അങ്ങനെ സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ടിൽ നിന്ന് ഭരണകൂടങ്ങളുടെ മേലെ പ്രഷർ അപ്ലൈ ചെയ്ത് യുദ്ധം നിർത്താൻ വേണ്ടി അമേരിക്കയെയും ഇസ്രായേലിനെ നിർബന്ധിക്കാൻ വേണ്ടി ഭരണകൂടങ്ങളെ കൊണ്ട് സാധാരണ ആളുകൾ അഥവാ പൊളിറ്റീഷ്യൻസ് പറയിപ്പിക്കും എന്ന പ്രതീക്ഷയിൽ സാധാരണ ആളുകൾ ഉപദ്രവിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്നത് സാധാരണ കപ്പലുകളെ ആക്രമിക്കുന്നതിന്റെ പേരിലാണ്. ഏതോ രാജ്യങ്ങളുടെ കപ്പലുകളാണ് ആക്രമിക്കപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതും. അപ്പൊ അതിനകത്ത് ഒരു ഇച്ചിരി കുശും കൂടെ ഉണ്ടെന്ന് മാത്രം.
ഇനി ഇതുവരെ ഗൾഫ് രാജ്യങ്ങളുടെ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് 5 ഇന്ത്യക്കാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. 6ാമത്തെ ഒരാളും മിസ്സിംഗ് ആണ്. അപ്പം 6 പേര് വരെ മരിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ട്രംപ് അവകാശപ്പെടുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹത്തോട് ഇറാന്റെ ഭാഗത്ത് നിന്ന് വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ധാരാളം റിക്വസ്റ്റുകൾ വരുന്നുണ്ട് മീഡിയേറ്റേഴ്സ് വഴി. ഏത് മീഡിയേറ്റേഴ്സ് വഴിയാണോ വന്നത് എന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷേ വെടിനിർത്താൻ പറഞ്ഞുകൊണ്ടുള്ള ധാരാളം റിക്വസ്റ്റുകൾ അദ്ദേഹത്തിന് എത്തുന്നുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത് വെടിനിർത്താൻ വേണ്ടി അവർ പറയുന്ന കണ്ടീഷൻസ് അദ്ദേഹത്തിന് ആക്സെപ്റ്റബിൾ ആവുന്ന തരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ്. താഴ്ന്നു വരുന്നുണ്ട്, പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നാണ്. പത്രക്കാർ കിഴിച്ചു ചോദിച്ചിട്ടുണ്ട് എന്താണ് പ്രശ്നം. അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഇറാന് ഒരു കാരണവശാലും ന്യൂക്ലിയർ എന്നൊരു വാക്ക് ഉച്ചരിക്കാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ന്യൂക്ലിയർ എന്നുള്ളൊരു വാക്ക് ഇറാൻ സംസാരിക്കേണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങളായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു സംഗതിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ട്രൂസിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം ഒരു ആലോചനയിലേക്ക് ഒരു ഡിസ്കഷനിലേക്ക് കടക്കുന്നതിൽ നിന്ന് അമേരിക്കയെ പിന്തിരിപ്പിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. എന്നാൽ ഹോർമസ് കടലിടുക്കിൽ ഇപ്പോഴും സ്മൂത്തായിട്ട് ഗതാഗതം നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. എന്ത് വില കൊടുത്തും ഹോർമസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം സ്മൂത്താക്കും എന്ന് ട്രംപ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഏകദേശം 2500ഓളം US മറീനുകൾ ഈ പേർഷ്യൻ ഗൾഫ് ഭാഗത്തേക്ക് നീങ്ങുന്നുണ്ട്. അതിനിടയിൽ ട്രംപ് പറയുന്നുണ്ട് ഹോർമസ് കടലിടുക്ക് ഉപയോഗിക്കുന്ന എല്ലാ രാജ്യങ്ങളും അവരുടെ നേവൽ ഫോഴ്സിനെ തരാൻ തയ്യാറാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ നേവി അവിടെ ഉണ്ട്. ഇന്ത്യൻ നേവി ട്രംപിന്റെ റിക്വസ്റ്റ് പ്രകാരം അവിടെ പോയതല്ല. ഇന്ത്യൻ നേവി ഓൾറെഡി ഇന്ത്യയിലെ ചരക്ക് കപ്പലുകൾക്ക് സംരക്ഷണം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്റർനാഷണൽ വാട്ടേഴ്സിലുണ്ട്. ഈ ഹോർമസ് കടലിടുക്കിലല്ല ഉള്ളത്. ആ പ്രദേശത്ത് ഇന്ത്യൻ നേവി നമ്മുടെ ഏതെങ്കിലും കപ്പലുകൾ ആക്രമിക്കപ്പെടുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്താൽ അതിന് സംരക്ഷണം ഒരുക്കുക എന്ന താല്പര്യത്തോടെ രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്ന താല്പര്യത്തോടെ ഇന്ത്യൻ നേവി വളരെ ആക്റ്റീവായിട്ട് ഈ ഗൾഫ് ഓഫ് ഒമാന്റെ പ്രദേശത്ത് വളരെ ആക്റ്റീവായിട്ടുണ്ട്. ഇന്റർനാഷണൽ വാട്ടേഴ്സിലാണ് നിലകൊള്ളുന്നത്. നേരെ മറിച്ച് ട്രംപിന്റെ നേവി അവിടേക്ക് എത്തുന്നു. അപ്പം ഇന്നലെ നമ്മൾ ഖരാഗ് ഐലൻഡ് ആക്രമിച്ച വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഖരാഗ് ഐലൻഡ് എന്ന് പറയുന്നത് ഇറാന്റെ ഹാർട്ടാണ്. അതിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും ഇറാൻ തീരും, അല്ലെങ്കിൽ ഇറാൻ സാമ്പത്തികമായി തീരും. അത് ഇറാനും അറിയാം. അപ്പം ഇറാൻ പറയുന്നത് ഖരാഗ് ഐലൻഡ് ആക്രമിച്ചു, ഖരാഗ് ഐലൻഡിലുള്ള എല്ലാത്തരം സെക്യൂരിറ്റി അറേഞ്ച്മെന്റുകളും അമേരിക്ക തകർത്ത് കളഞ്ഞു. അതിന് നൗ ദർ ഈസ് നോ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്. അപ്പം അതിന്റെ ഡിഫൻസ് സംവിധാനങ്ങൾ, അതിന്റെ പ്രൊട്ടക്ഷൻ സംവിധാനങ്ങൾ എല്ലാം തകർത്ത് കളഞ്ഞു. ട്രംപ് പറഞ്ഞത് ഇനി അത് ആക്രമിക്കാനുള്ളത് എണ്ണ സംവിധാനങ്ങളെയാണ്. ഇതുവരെയും അതിന്റെ എണ്ണ സംവിധാനങ്ങളെ ഞങ്ങൾ തകർത്തിട്ടില്ല. ഇറാന്റെ 90% ഓയിലും കൈകാര്യം ചെയ്യുന്നത് ഈ ഖരാഗ് ഐലൻഡ്. കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറാനിൽ കുഴിച്ചെടുക്കുന്ന ഓയിലുകൾ ഈ കടലിനടിയിലൂടെയുള്ള പൈപ്പുകളിലൂടെ ഈ ഖരാഗ് ഐലൻഡ് എന്ന് പറയുന്ന ഇറാന്റെ തീരത്തു നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലത്തിൽ കിടക്കുന്ന ഒരു പവിഴപ്പുറ്റ് ദ്വീപാണിത്. ആ പവിഴപ്പുറ്റ് ദ്വീപിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്നാണ് ഇത് കപ്പലുകളിലേക്ക് നിറയ്ക്കുന്നത്. ഇതിന്റെ റീസണും വളരെ വ്യക്തമാണ്. കാരണം ഇറാന്റെ തീരത്തൊന്നും വലിയ കപ്പലുകൾക്ക് അടുക്കുവാനുള്ള ആഴമില്ല. എണ്ണക്കപ്പലുകളൊക്കെ വളരെ വലിയ ഷിപ്പുകളാണ്, വലിയ ടാങ്കറുകളാണ്. ദാറ്റ് ഈസ് 10 ലക്ഷം ബാരലൊക്കെയാണ് സാധാരണ ഒരു ഷിപ്പിനകത്ത് 10 ലക്ഷം ബാരലാണ് സാധാരണ ഒരു വലിയ ഷിപ്പുകളിൽ കയറ്റുക. അപ്പം അത്രയും വലിയ ഷിപ്പുകൾ ഇറാന്റെ തീരത്തേക്ക് അടുക്കാൻ മാത്രമുള്ള ആഴം ഇറാന്റെ തീരത്തുള്ള കടലിനില്ലാത്തത് കൊണ്ട് ഒരു 25 കിലോമീറ്റർ മാറി കടലിനുള്ളിലുള്ള ഈ ദ്വീപ് സമുച്ചയമൊരു ദ്വീപാണത്. ആ ദ്വീപിലാണ് ഈ എണ്ണ കയറ്റാനുള്ള കപ്പലുകളൊക്കെ എത്തുക. അപ്പം പൈപ്പ് വഴി അവിടേക്ക് എണ്ണ എത്തുന്നു. ഇറാന്റെ 90%, അതിന് മേലെയും ശതമാനം എണ്ണ അവിടേക്ക് എത്തുന്നു. 10 കപ്പലുകളിൽ ഒരേ സമയത്ത് എണ്ണ നിറയ്ക്കാനുള്ള സംവിധാനമുള്ള വലിയ ഓയിൽ ഔട്ട്ലെറ്റ്സ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ സംവിധാനങ്ങളെ പൂർണ്ണമായിട്ടും തകർത്ത് കഴിഞ്ഞാൽ ഇറാന്റെ സാമ്പത്തിക നട്ടലൊടിയും. അപ്പൊ അത് മിക്കവാറും എല്ലാ അൽ ജസീറ അടക്കമുള്ള പത്രങ്ങളിൽ ഇറാനിലെ സാധാരണക്കാർ റെസ്പോൺസ് എഴുതിയിട്ടുണ്ട്. അവരെല്ലാവരും പറയുന്നത് പ്ലീസ് US അത് ആക്രമിക്കരുത് എന്നാണ്. കാരണം അത് രാജ്യത്തിന്റെ നട്ടലാണ്. അതിന് തകർത്ത് കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾ വേണ്ടിവരും ഞങ്ങൾക്ക് പിന്നീട് നിവർന്നു നൽകാം. അതുകൊണ്ട് അത് ആക്രമിക്കരുത് എന്നാണ്. അപ്പം ട്രംപിന്റെ ഒരു യൂഷ്വൽ സ്റ്റൈൽ ഉണ്ടല്ലോ. ഇന്നലെ ഈവനിങ് അദ്ദേഹം പറയുന്നത് ചുമ്മാ തമാശ ഞാൻ ഒരു ആക്രമണം കൂടി നടത്തി എന്നാണ്. അതായത് എവിടെയോ എന്തോ ഒരു സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് ചെറിയൊരു ഭാഗം ബാക്കിയുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഫോർ എ ഫൺ വി മേഡ് ആൻ അറ്റാക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ആക്രമണം കൂടെ നടത്തിയിട്ടുണ്ട്. അപ്പം അത് ഇറാനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് തീർക്കാൻ കഴിയും എന്ന ഒരു സൂചന നൽകാൻ വേണ്ടി അദ്ദേഹം ആക്രമിച്ചതും, അതുപോലെ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ഒരു മയവും കാണിക്കുകയില്ല എന്നുള്ള സൈക്കോളജിക്കൽ വാറിന്റെ ഭാഗമായിട്ടും കൂടെ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഈ ഫൺ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് എന്ന് വിചാരിക്കുന്നു. എന്തായാലും ചില അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് പകരമായിട്ട് ഇറാൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ആ അറേഞ്ച്മെന്റ് നിങ്ങൾ തകർത്താൽ
പിന്നെ ഗൾഫ് രാജ്യങ്ങളിലൊന്നും എണ്ണ സംവിധാനങ്ങൾ ഉണ്ടാവുകയില്ല, നിങ്ങൾ മനസ്സിലാക്കിക്കോളും, മൊത്തം ഞങ്ങൾ ആക്രമിക്കും എന്നൊരു ഭീഷണി അവർ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരുപക്ഷെ ട്രംപിൻ്റെ ഉദ്ദേശം ഈ ദ്വീപ് പിടിച്ചെടുക്കാനാണോ എന്നുള്ള സംശയവും ബാക്കി നിൽക്കുന്നുണ്ട്. കാരണം 2500 മറീനുകൾ ഇവിടേക്ക് എത്തിയാൽ ആ മറീനുകളെ ഉപയോഗിച്ച് ഈ ദ്വീപ് പിടിച്ചെടുത്തുകൊണ്ട് ഇറാനിലേക്കുള്ള കരയുദ്ധം ആരംഭിക്കാനുള്ള ഒരു താല്പര്യവും ട്രംപിനുണ്ടോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. ഈ ദ്വീപ് പിടിച്ചെടുത്താൽ തന്നെ ഇറാന്റെ സാമ്പത്തിക നട്ടലൊടിയും എന്നുള്ളത് ഉറപ്പാണ്. ആ ദ്വീപിൽ ഉറപ്പിച്ചുകൊണ്ട് ടെഹ്റാൻ പട്ടണം പൂർണ്ണമായും തകർത്തിട്ടുണ്ട്. അവിടെ സെക്യൂരിറ്റി അറേഞ്ച്മെന്റും തകർത്തിട്ടുണ്ട്. ഒരുപക്ഷെ പാരാ ട്രൂപ്പേഴ്സിനെ ഇറക്കി തലസ്ഥാനം പിടിച്ചെടുക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ യുദ്ധം എങ്ങോട്ട് തിരിയും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്.